കൊച്ചിയിലാണ് പുതുവർഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നത്. കൊച്ചിയിൽ പുതുവർഷ രാവിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പുതുവത്സരം ആഘോഷത്തിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിൽ കർശന സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് തിയോഫിനുണ്ട് ഫോർട്ട് കൊച്ചിയിലെ വിവരങ്ങൾ നൽകാൻ. തിയോഫിൻ, ഫോർട്ട് കൊച്ചിയിൽ വലിയ ആഘോഷങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിലവിലെ ഒരുക്കങ്ങൾ, വിശേഷങ്ങൾ? അസിത, തീർച്ചയായും വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആഘോഷം തുടങ്ങിയിരുന്നു. സന്ധ്യയോടുകൂടി തന്നെ ഈ പ്രധാന വേദി ഇവിടെ വെളി മൈതാനമാണ്. ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരുവിധം മൈതാനം നിറഞ്ഞിരിക്കുന്നു. ഇനിയും ആളുകൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് പ്രധാന ആഘോഷം. നേരത്തെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. നൃത്തം ചെയ്ത് തളർന്നിരിക്കുന്ന യുവാക്കൾ ഇവിടെയുണ്ട്. ഇവർ നേരത്തെ നൃത്തം ചെയ്ത ആളുകളാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇവരുടെയൊക്കെ നൃത്തം. നിങ്ങളൊക്കെ എവിടെ നിന്ന് വന്നതാ? തിരുവനന്തപുരം. അഫ്സൽ, സിദ്ധാർത്ഥ്. യൂണിവേഴ്സിറ്റി കോളേജ്. ഇല്ല ഒന്നും പാട്ടിട്ടില്ല. ഇവിടെ തുടങ്ങുമ്പോൾ അവിടെ നിർത്തുമ്പോൾ ഇവിടെ തുടങ്ങും. അപ്പോൾ ഇവിടെ കുറേ സമയം പാട്ട് വെച്ച് ഇവരൊക്കെ നൃത്തം ചെയ്ത് അല്പം തളർന്നിരിക്കുകയാണ്. പാട്ടിനൊരു ചെറിയ ഇടവേള കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ പോലീസിൻ്റെ ഒരു ചെറിയ യോഗമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഭാഗത്ത് ശബ്ദം കുറച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പാട്ട് വയ്ക്കും. എല്ലാവർക്കും ആഹ്ലാദപൂർവ്വം നൃത്തം ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ആകെ തന്നെ 1500ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. അതിൽ ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായ ഈ ഗ്രൗണ്ടിൽ, ഈ വെളി ഗ്രൗണ്ടിൽ 80,000-ലധികം പേർക്ക് നിൽക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ തന്നെ ഒരുക്കങ്ങളൊക്കെ ഒന്ന് കാണാൻ നിറയെ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഈ ഭാഗത്തേക്കാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്ന സംവിധാനമുള്ളത്. പപ്പാഞ്ഞിയെ അവിടെ എല്ലാം കഴിഞ്ഞ് ഒരുക്കി പപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. പപ്പാഞ്ഞിയിൽ കയ്യിൽ ഒരു ചെറിയ പന്തം പോലെ ഒരു സംവിധാനം അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തിളങ്ങുന്ന കണ്ണുകൾ ഒക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. പപ്പാഞ്ഞിയെ കത്തിച്ചാൽ മതി പുതുവർഷത്തെ വരവേൽക്കുന്ന 2025 വരവേൽക്കുന്ന സമയത്ത് 12 മണിയോടുകൂടി ഇത് കത്തിക്കും. ഈ നിറഞ്ഞിരിക്കുന്ന ജനക്കൂട്ടം മുഴുവൻ ഈ പുതുവർഷത്തെ ആഹ്ലാദത്തോടുകൂടി വരവേൽക്കാനാണ്. ഏറ്റവും വലിയ വൈബ് കൊച്ചിയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലുള്ളവർ മാത്രമല്ല, മറ്റ് സമീപ ജില്ലകളിൽ നിന്ന് കാസർഗോഡ് നിന്ന് വരെ, നേരത്തെ നമ്മൾ കണ്ടതാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് എത്തിയ ഒരു കൂട്ടം യുവാക്കൾ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ, ഇവർ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ്. ഇവരെല്ലാം ആഘോഷിക്കുന്നതിന് വേണ്ടി ഈ പുതുവർഷം കൊച്ചിയിലെ പുതുവർഷത്തിൻ്റെ വൈബ് അറിയാൻ വേണ്ടി എത്തിയവരാണ്. നിരവധി വിദേശികളും അതോടൊപ്പം തന്നെ എത്തിയിട്ടുണ്ട്. പലരും ഇവിടെ ശരിക്ക് ആഘോഷിച്ച് നൃത്തം ചെയ്ത് പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഉൾപ്പെടെ കണ്ടുപോകാനായി വന്നവരാണ്. ഒരുപാട് പേരുണ്ട്. ഇവിടെ എല്ലാം കുറേ പേർ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ കൂടി നിൽക്കുന്ന കുറച്ച് പേർ ഇവിടുത്തെ ഈ പാട്ട് കിട്ടി, അല്ലെങ്കിൽ പാട്ട് തുടങ്ങുമ്പോൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് നൃത്തം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അങ്ങനെ മറുഭാഗത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പിന്നിലായിട്ടുള്ള ഭാഗത്ത് സ്റ്റേഡിയത്തിൻ്റെ മറ്റേ അറ്റത്ത് അവിടെ പാട്ടുണ്ട്. ഇപ്പോൾ അവിടെ നൃത്തം ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു മരം നമുക്ക് കാണാൻ കഴിയും. നക്ഷത്ര മരം എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു നക്ഷത്രം സ്ഥാപിച്ച് 150 പേരോളം, അത്രയും പേരുടെ ഒരു അധ്വാനമാണ് ഈ ഒരു മരം നിർമ്മിച്ചെടുത്ത്. അത്രയും വലിയ മരം മുഴുവൻ വർണ്ണവിളക്കുകൾ തെളിച്ചൊരു നീല നിറത്തിലുള്ള വർണ്ണം, അതിനിടയിൽ കുറേ നക്ഷത്രങ്ങളുണ്ട്, മിന്നുന്ന നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെ അത്രയും ഒരു മനോഹരമായ ഒരു മരം അവിടെ തീർത്തിട്ടുണ്ട്, നക്ഷത്ര മരം. അവിടെയും വലിയ ജനത്തിരക്കുണ്ട് ആ ഭാഗത്ത്. പിന്നീടാണ് ഇപ്പുറത്ത്, ഇതിനിടയിൽ കുറേ ജനമുണ്ട്. ഈ പപ്പാഞ്ഞിയെ കത്തിക്കാൻ ഇത്തവണ അനുമതി നൽകിയത് കർശന നിബന്ധനകളോടുകൂടി കോടതി നൽകിയ അനുമതിയാണ്. പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഭാഗത്തു നിന്നും 72 അടിയോളം അകലെ മാറി മാത്രമേ കാണികളെ നിർത്താവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേർ ഇവിടെ ഇതിന് കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരുക്കങ്ങൾ കാണാനുണ്ട്. നമുക്ക് ഓരോരുത്തരോടും നമുക്ക് ചോദിക്കാം. എവിടെ നിന്ന് വന്നിട്ടുള്ളത് ചേട്ടാ? ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്, കൊച്ചിക്കാരൻ തന്നെ. കൊച്ചി തന്നെ, ഇവിടെ ജനിച്ചു വളർന്നതാണ്. പിന്നെ ഞങ്ങൾക്കിത് ഈ കൊച്ചിയിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ഇത്. ദേശീയാഘോഷമാണ് ഞങ്ങളുടെ. അനന്തു ഡാൻസ് ഒക്കെ ചെയ്താ നാണോളകൂട്ടത്തിലാണ്. പുതുവർഷാഘോഷം എല്ലാ പോലത്തേക്കാളും ഇത്തവണ ആ പ്രധാനമന്ത്രി മരിച്ചുകൊണ്ടുള്ള ഒരു ദുഃഖം, അതിന്റെ കുറച്ച് കുറവുണ്ട്. എങ്കിലൊന്നും അല്ല ഇവിടെ, ഇതൊന്നും കുറവാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാ. പിന്നെ ആളുകൾ വരും. ഇപ്പൊ ഒരു പരിപാടിയിൽ ആൾക്കാർ വരും. കൊച്ചി ഈ 31 വെറുതെ ഒന്ന് വന്ന് പോകണം.
ഒന്നുമില്ലെങ്കിൽ ശരിയാണ് കൊച്ചിയിൽ വന്നു പോകണം അതൊരു ഒരു നമ്മുടെ ഒരു ശീലമായി പോയി, വർഷങ്ങളായുള്ള ശീലങ്ങളാണത്. ഫോർട്ട് കൊച്ചിയിൽ വന്നു പോകുമ്പോഴാണ് ന്യൂ ഇയർ ആവുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ്റെ പേര്? ബ്രിട്ടീഷ് കൊച്ചിയാണിത്. ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂറും ബ്രിട്ടീഷ് കൊച്ചി. ബ്രിട്ടീഷ് കൊച്ചിയിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇത് ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാക്കി വെച്ചൊരു പരിപാടിയാണിത്. നമ്മളതിങ്ങനെ ഇത്ര വർഷങ്ങളായിട്ടും അത് വിട്ടുപോകണില്ല. ഇതൊരു മനോജ് എന്നാണ് ചേട്ടൻ്റെ പേര്. പണ്ട് മുതലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ ആധിപത്യം ഉണ്ടായിരുന്ന കാലത്ത് മുതൽ തുടങ്ങിയ ആ ഒരു ആഘോഷങ്ങളാണ്. അതങ്ങനെ തുടർന്നു പോകുന്നു. ആ കൊച്ചിയുടെ ഏറ്റവും വലിയ വൈബ് അത് ന്യൂ ഇയർ ആഘോഷമാണ്. അത് കാണാനായി എത്തിയ നിരവധി പേരുണ്ട്, ഒരുപാട് പേർ പല സ്ഥലങ്ങളിൽ നിന്നായി. നിങ്ങളൊക്കെ എവിടെ നിന്നാണ്? ഞങ്ങൾ മാനാത്ത് പരുമല ഇവന്റെ സ്ഥലം പരുമല. ആദ്യമായിട്ടാണോ കൊച്ചിയിൽ? അല്ലല്ല, കഴിഞ്ഞ വട്ടം വന്നായിരുന്നു. എല്ലാ വർഷവും വരാറുണ്ട്? ഇതിപ്പോ രണ്ടാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ആഘോഷം കൊച്ചിയിലെ? കഴിഞ്ഞ വട്ടം ഇവനുണ്ടായിരുന്നു, ഞാൻ ഇല്ലായിരുന്നു. ഞാൻ ഈ വട്ടം വന്ന്, ഞാൻ ഫസ്റ്റ് ടൈമാ. അടിപൊളി, അടിപൊളിയാ. കൊച്ചിയിലെ നല്ല വൈബുള്ള പുതുവർഷ ആഘോഷം എന്നാണ് പറയുന്നത്. ഇനിയും കുടുംബാംഗങ്ങളെ വേറെയും ആളുകളുണ്ട്. എവിടുന്നാണ് നിങ്ങൾ? ഞാൻ കൊച്ചിയാണ്. ഇവിടെ തന്നെയാണ്. ഇവിടെ ന്യൂ ഇയർ ഒക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെയാണ്. ഇത്രയും നല്ല ആഘോഷം വേറെ എവിടെ ഇല്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. കൊച്ചിയാണ് കൂടുതൽ വൈബുള്ളത്, വേറെ ഒരു ജില്ലയില്ല. കൊച്ചിയാണ് ഏറ്റവും ബെസ്റ്റ്. കൊച്ചിയിലെ ന്യൂ ഇയർ. കൊച്ചിനെ മാറ്റാൻ വേറൊരാളില്ല, വേറെ ആരും വരൂല ഇനി. ഇല്ല, ഇപ്പൊ തൃശ്ശൂരൊക്കെ വന്നിട്ടുണ്ട് പരിപാടി, എന്നാൽ പോലും കൊച്ചിനെ വെട്ടാൻ വരൂല. ഇവിടെ ഉണ്ട് ഇപ്പോഴും തൃശ്ശൂരുകാര്, പാലക്കാടുകാര് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കണയാ. പിന്നെ തീർച്ചയായും ഓരോ വർഷം കൂടുതൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തുന്നു. എന്താണ് ചേട്ടാ ന്യൂ ഇയറിനെ കുറിച്ച് പറയാനുള്ളത്? കൊച്ചി പറയാനൊന്നുമില്ല, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭയങ്കര ആഘോഷമല്ലേ കൊച്ചി എന്ന് വെച്ചാൽ. പല സ്ഥലത്തുനിന്നും ആൾക്കാരുണ്ട് ഇവിടെ. ഇടുക്കിയിൽ നിന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്നുണ്ട്, പല ആൾക്കാരും ഉണ്ട്. ഭയങ്കര ഹാപ്പി ന്യൂ ഇയർ ആണ്, അടിപൊളി. ചേട്ടനിവിടെ കൊച്ചി തന്നെയാണോ വീട്? അതെ, കൊച്ചി എനിക്കിപ്പോൾ 60 വയസ്സായി. ഞാൻ ഒരു 50 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. എല്ലാ വർഷവും ന്യൂ ഇയറിന് എല്ലാം കറക്റ്റ് ഈ ടൈം ആകുമ്പോൾ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ വന്നിരിക്കും. ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. 60 വയസ്സാണ് എനിക്ക്, അടുത്ത 1-ാം തീയതി. ഓക്കെ, 60 വയസ്സുള്ള ചേട്ടനാണ്. എല്ലാ വർഷവും ഇവിടെ തന്നെ ന്യൂ ഇയർ ആഘോഷത്തിന് കൊച്ചിയിലെത്താറുണ്ട്. കൊച്ചിയിലെ ആഘോഷത്തിൻ്റെ വൈബാണ്. ആ ആഘോഷത്തിന് എത്തുമ്പോഴാണ് ന്യൂ ഇയർ ആകുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. വേറെയും ഒരുപാട് ജില്ലക്കാരുണ്ട്. ഇവിടെ ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് ചേട്ടാ? ഞങ്ങൾ ഇവിടെ കൊച്ചി തന്നെയാണ്. ന്യൂ ഇയർ എല്ലാ വർഷവും എത്താറുണ്ട്. ഈ ടൈമിൽ ഞങ്ങളിവിടെ ഉണ്ടാവും. പഞ്ഞി എത്തിക്കിനെ കണ്ടിട്ടാണോ പോവാ? എല്ലാ പ്രാവശ്യവും കണ്ടിട്ടാണ് ഞങ്ങൾ പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് മാറി ഈ ഗ്രൗണ്ടിലായതുകൊണ്ട് വളരെയേറെ ഉപകാരമുണ്ട്. ഒത്തിരി പേർക്ക് എല്ലാവർക്കും കാണാനുള്ള സൗകര്യവും ആ ഗ്രൗണ്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഇത്തിരി കുറച്ചുകൂടി വലിയ ഗ്രൗണ്ടാണ് അല്ലേ? അതിനേലും ഒരു 2-3 ടൈംസ് വലുതാണ്. അതുകൊണ്ട് എല്ലാവരും ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്പേസ് ഉണ്ട്. എന്ത് എമർജൻസി വന്നു കഴിഞ്ഞാലും ആൾക്കാർക്ക് ഒരു എസ്കേപ്പ് ആകാനുള്ളതും പിന്നെ എന്തുകൊണ്ടും എല്ലാവർക്കും കൺവീനിയൻ്റ് ആണ് ഇത്. എന്താ പേര് മോൻ്റെ? അഡ്രിയൻ. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നോ? ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടോ ഇവിടെ പാട്ട് വരുമ്പോ? ചെറുതായിട്ട്. നന്നായിട്ട് ഡാൻസ് കളിക്കോ? കുറച്ച് കഴിയുമ്പോൾ പാട്ട് വയ്ക്കും, കളിക്കോ? അങ്ങനെയില്ല, ചെറുതായിട്ട് കളിക്കോ? ഓക്കെ. എങ്ങനെ മോൾ ഡാൻസ് കളിക്കോ? അൽബീന ഡാൻസ്. ഇഷ്ടമാണ്, എല്ലാ വർഷവും വരാറുണ്ട്. അതെ, അവര് കുടുംബസമേതം എല്ലാ വർഷവും ന്യൂ ഇയർ ആഘോഷത്തിന് ഇവിടെ എത്താറുള്ളവരാണ്. എല്ലാവരും ഒരേ ആഘോഷത്തിന്റെ മനസ്സിലാണ്. എല്ലാവരും ന്യൂ ഇയറിനെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ്.